Hello everyone, welcome to Eduport. എല്ലാവർക്കും മക്കളെ എഡ്യൂപോർട്ടിന്റെ +2 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നലെ നമ്മുടെ +2 മക്കൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പുതിയൊരു ചാനൽ തുടങ്ങി. അപ്പോൾ അതിനൊരു വന്ന ചില കമൻറ്റുകളാണ്, സാറേ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് മാറ്റിയത്? എടാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ അല്ലേ. ഞാൻ പറഞ്ഞത് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ഏറ്റവും ബെസ്റ്റ് മക്കൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഒരു പുതിയ വീട്ടിലേക്ക് മാറ്റണം. നമ്മുടെ പഴയ വീട്ടിൽ എന്താണ്, പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ ആകെ മൊത്തം പ്രശ്നമാവും. ആ പ്രശ്നം ഒഴിവാക്കാൻ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു പുതിയ വീട് ഞങ്ങൾ ഉണ്ടാക്കി തന്നതാണ് എന്ത്, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ഈ ഒരു പുതിയ ചാനൽ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ +2 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസ്, ലൈവുകൾ, വീഡിയോസ്, മോട്ടിവേഷൻ, സ്റ്റഡി ടിപ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ തരിക ഈ ഒരു ചാനലിലൂടെയാണ് മക്കളെ. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. സോ നമുക്കിനി കാര്യത്തിലേക്ക് അടക്കാം അല്ലേ. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് നിങ്ങൾ +1 അല്ല +2 എന്ന് പറയുമ്പോൾ നിങ്ങൾ +2 എത്തി അല്ലേ. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? +2 ഫുൾ മാർക്ക് നേടണം. ഫുൾ മാർക്ക് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും, ഞങ്ങളുണ്ട്, കൂടെ ഉണ്ട്. സോ അതിന് ചെയ്യേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. കാരണം ഈ മെയ് മാസം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, മെയ് മാസം നല്ല വെക്കേഷനുള്ള മാസമാണ്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പറ്റിയ ടൈമാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് പഠിക്കണം, നേടണം എന്ന ചിന്ത മനസ്സിലുണ്ടാവണം. ഈ ഒരു മോട്ടോ നിങ്ങൾ ആലോചിച്ച് വെക്കട്ടോ, പഠിക്കണം, നേടണം എന്ന ചിന്ത. അതായത് നേടണം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫുൾ മാർക്ക്. ഞാൻ എന്ത് നേടും? ഫുൾ മാർക്ക് നേടണം. എനിക്ക് എന്ത് നേടണം? ഫുൾ മാർക്ക്. എനിക്കല്ല, നിങ്ങൾക്ക് നമ്മുടെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ മുഴുവൻ മക്കൾക്കും എന്ത് നേടണം? ഫുൾ മാർക്ക് നേടണം. ഫുൾ മാർക്ക് നേടാൻ ദൈവമേ എനിക്ക് ഫുൾ മാർക്ക് തരും, എനിക്ക് ഫുൾ മാർക്ക് വരട്ടെ, എനിക്ക് ഫുൾ മാർക്ക് തരും എന്ന് പറഞ്ഞാൽ വരുമോ? ഇല്ല. അവിടെ എന്ത് വേണടാ? പഠിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ പഠിക്കണം അല്ലേ. ഫുൾ മാർക്ക് നേടാനുള്ള ഏറ്റവും വലിയ എളുപ്പവഴി എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, അതൊക്കെ നമ്മൾ സെറ്റാക്കി തരും. സോ പഠിക്കണം, ഫുൾ മാർക്ക് നേടണം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ മോട്ടോ. ഇക്കൊല്ലത്തെ മോട്ടോ എന്താ? പഠിക്കണം, ഫുൾ മാർക്ക് നേടണം. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടേക്ക് അടിച്ചടിച്ചുറപ്പിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റെപ്പ് ടു ബി ഫോളോഡ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ്, ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ടൈമാണ്. നിങ്ങൾക്കിപ്പോൾ വെക്കേഷൻ ആണല്ലേ. ഈ ഒരു മെയ് മാസം നിങ്ങളുടെ മുന്നിൽ 30 ദിവസത്തിനടുത്തുണ്ട്. ഇനി ഈ മെയ് മാസം നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. വെക്കേഷൻ സമയം നിങ്ങൾ പഠനത്തിനായിട്ട് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. എന്താണ്? മിനിമം 2 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. മിനിമം 2 മണിക്കൂർ. അത് ചിലപ്പോൾ ചിലവർക്ക് എന്താണ് 2 മണിക്കൂർ പഠിച്ചാൽ മതി തോന്നി അത്ര, അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിൽ അത്ര. നിങ്ങൾക്ക് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത് അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ മക്കളെ, അതിൻ്റെ കൂടെ എന്ത് വേണം? പ്രോപ്പർ റെസ്റ്റ്. നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കണം. മിനിമം ഒരു 7 hours, 7 മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഉറങ്ങണം കേട്ടോ. കാരണം പ്രോപ്പർ റെസ്റ്റ് മസ്റ്റാണ്. നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? റെസ്റ്റ് ചെയ്യണം. നിങ്ങൾ കുറേ പഠിച്ചതുകൊണ്ട്, റെസ്റ്റ്ലെസ് ആയിട്ട് പഠിച്ചതുകൊണ്ട്, കുറേ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല മക്കളെ. നമ്മുടെ ബോഡിക്ക് നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുത്തേ പറ്റും. സോ പ്രോപ്പർ റെസ്റ്റ് വേണം. പിന്നെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. വെക്കേഷനാണ്, ഫുൾ പഠിത്തം മാത്രമാക്കരുത്. ഫുൾ ടൈം നിങ്ങൾ പഠിക്കാനും നിൽക്കരുത്. പഠിത്തത്തിന് ഒരു സ്പെസിഫൈ ടൈം, 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈ ടൈം നിങ്ങൾ പഠനത്തിന് കാണുക. അതിന് പുറമെ നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ നല്ല ചൂടാണ്, നല്ല മഴയും വരുന്നുണ്ട്, എന്നാലും വൈകുന്നേരം നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോവാം, ടെന്നീസ് കളിക്കാൻ പോവാം, ക്രിക്കറ്റ് കളിക്കാൻ പോവാം. ഗേൾസ് ഓർ ബോയ്സ് ആരായാലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അതേപോലെ മെൻ്റൽ റെസ്റ്റ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കാം, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊഞ്ചിക്കാൻ, ലാളിക്കാം. അതൊക്കെ എന്താണ്? നമുക്ക് മെൻ്റൽ റെസ്റ്റ്. പുസ്തകങ്ങൾ വായിക്കാം, പിന്നെ നല്ല ഫീൽ ഗുഡ് മൂവീസ് കാണാം. അതൊക്കെ നമുക്ക് എന്താണ്? നമ്മുടെ മൈൻഡ് റെസ്റ്റ് തരുന്ന കാര്യങ്ങൾ. അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് റെസ്റ്റ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് പ്രോപ്പറായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് ടു സ്റ്റഡിയിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ മിനിമം 2 മണിക്കൂർ പഠിക്കുന്നു, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കുന്നു, മെൻ്റൽ റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് അതും കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും പഠനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ +2 കൊമേഴ്സ് ആൻഡ് +2 ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനായിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതിന് നോട്ടും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിലും, ജോയിൻ ചെയ്ത ആളുകൾക്ക് ഓൾറെഡി നമ്മൾ നോട്ട് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എല്ലാ സബ്ജക്റ്റിനെയും ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ നിന്ന് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക് എത്തുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഒരു നോട്ട്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ആ ചാപ്റ്റർ
ഫ്യൂച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ നോട്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ബൈ റെഫറിങ് PYQ റെഫർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് +1 എക്സാം ചെയ്ത് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ മൊത്തം ടോപ്പിക്സും ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് എന്താണ്? പക്ക PYQ ബേസ്ഡാ. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് PYQ റെഫർ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. റെഫറിങ്ങും ഐഡൻറ്റിഫൈങ്ങും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. ഓരോ ചാപ്റ്ററും നിങ്ങൾ ഇപ്പോഴേ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക്, അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാം എത്തുമ്പോഴേക്കും ഈ ഷോർട്ട് നോട്ട് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഷോർട്ട് നോട്ട് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ സെറ്റാക്കി വെക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഈ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങളൊന്ന് പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാക്കി വെക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററെങ്കിലും ഒന്ന് പഠിച്ചു തീർക്കുക എല്ലാ വിഷയത്തിൻ്റെയും. അപ്പോൾ ഈ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഒരു വലിയ മലയുടെ ഒരു 30% നിങ്ങൾ കയറി കഴിഞ്ഞു. ബാക്കി കൂടെ കയറ്റാൻ കൂടെ ആരുണ്ട്? എഡ്യൂപോർട്ട് ഉണ്ട്. പക്ഷെ മല കയറുമ്പോൾ നിങ്ങളുടെ ചിന്ത മനസ്സിൽ നിന്ന് പോകരുത്. ഏതാണ് നമ്മുടെ ചിന്ത? യെസ്, ഏതാണ്? പഠിക്കണം, നേടണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റുന്ന കാര്യങ്ങളാണ് ആരൊക്കെ? ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു പഠന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ സ്നാപ്ചാറ്റോ ഫേസ്ബുക്കോ യൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? നിങ്ങളുടെ കോൺസെൻട്രേഷനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെ, അതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലിരുന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കവർന്നെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കഴിയുന്നതും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും സ്നാപ്ചാറ്റിൻ്റെയും യൂസ് ഒന്ന് കുറയ്ക്കുക. അങ്ങനെ യൂസ് കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് PYQ റെഫർ ചെയ്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി മിനിമം 3 മണിക്കൂർ പഠിച്ച് ഓണം എക്സാമിൻ്റെ പോർഷൻ തീർത്ത് ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് +2 എന്ത് പഠിച്ച് ഫുൾ മാർക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം മക്കളെ, നിങ്ങൾക്ക് +2 പഠിച്ച് ഫുൾ മാർക്ക് നേടണ്ടേ? അപ്പോൾ പഠിക്കണം, ഫുൾ മാർക്ക് നേടണം. ആ ചിന്ത മനസ്സിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമ്മൾ മെല്ലെ ഒറ്റയടിക്കൊന്നും നാളെ തന്നെ 3 മണിക്കൂർ പഠിക്കുന്ന വിചാരിച്ച് ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാജുവലി മെല്ലെ തുടങ്ങുക. ഈ ഒരു സാധനം കേട്ടോ, ഈ 7ാമത്തെ പോയിന്റ്, അത് അവസാനത്തവനാണെങ്കിലും ആൾ ചില്ലറക്കാരനല്ല. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ കവർന്നെടുക്കാൻ ആര് മതി? ഈ ചെങ്ങായി മതി. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സ്നാപ്ചാറ്റും ഒക്കെ. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട സമയം മക്കളെ വെറുതെ ഇൻസ്റ്റാഗ്രാമിന് കൊടുക്കാൻ നിൽക്കരുത്, സ്നാപ്ചാറ്റിന് കൊടുക്കാൻ നിൽക്കരുത്, ഫേസ്ബുക്കിന് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അപ്പം ബാക്കി കാര്യങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഈ ചാനലിൽ വരും. നിങ്ങളുടെ +2 മക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലാണ്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഫോഴ്സിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ ഞാൻ എല്ലാ ലൈവിലും പറയുന്ന പോലെ ഇനിയുള്ള വീഡിയോസ് ഇതേപോലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ അതുവരേക്കും ബൈ ആൻഡ് വണക്കം.